നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോഴും വാട്സപ്പ് ചെയ്യാൻ നമ്പർ 9446133100 എന്ന നമ്പറിലേക്ക്. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കുമെന്നൊക്കെ ചോദിച്ചൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണെന്ന് വിളിച്ച് നോക്കാം. നമസ്കാരം. നമസ്കാരം. പറഞ്ഞു ആരാ? ഹരി പത്മനാഭപുരം എന്ന് പറഞ്ഞ ഒരാളാണേ, സൂര്യ ടി വി. അതെ അതെ. ഞാൻ എത്ര നാളുകൊണ്ട് പ്രതീക്ഷിക്കുന്നു, ഇതുവരെ വിളിച്ചിട്ട് പോലും ഇല്ല. ഇപ്പൊ വിളിച്ചല്ലോ. അതെ അതെ. എന്താണ് ചേട്ടാ? ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചായിരുന്നു. എന്തായിരുന്നു ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയാമോ? ആരുടെ കാര്യ? 1967 ജൂലൈ 31. സമയം വൈകിട്ട് 7:15. വൈകിട്ട് 7:15. അതെ. കാർത്തിക നക്ഷത്രം. അതെ അതെ. തിങ്കളാഴ്ച ദിവസം, കർക്കിടകം 15-ാം തീയതി. ചേട്ടന്റെ തന്നെയാണോ? അതെ അതെ, എന്റേതാ. ചെറുതായിട്ട് ആരോഗ്യ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. കണ്ടകശനിയാണ്, ഇടവക്കൂറാണ്. അപ്പൊ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണം, വീഴാതൊന്ന് നോക്കണം. ശനിദശയും കൂടാണ്. എന്തോ വീഴ്ച പറ്റി ഇങ്ങനെ വയ്യാതൊക്കെ ഇരിക്കുകയായിരുന്നു. അതാ അങ്ങനത്തെ ഒരു സമയമാണ് ചേട്ടാ. പക്ഷെ ചേട്ടാ ടെൻഷനൊന്നും അടിക്കണ്ട, വളരെ ശ്രദ്ധിക്കണം ഇപ്പൊ ആരോഗ്യ കാര്യങ്ങൾ. ഇപ്പൊ എന്തായാലും ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്ന വെച്ചാല്, വീഴ്ച പറ്റി എന്ന് പറയുന്നതിനേക്കാൾ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായോ? പിന്നെ ചേട്ടന് ഈ മനസ്സുകൊണ്ട് പതറരുത്. മാത്രമല്ല ചേട്ടന്റെ ജാതകത്തിൽ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച പീരീഡൊക്കെ ചേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇച്ചിരി ടെൻഷൻ കൂടുതലായിട്ടുണ്ടോന്ന് ഒരു സംശയം. അതങ്ങ് മാറ്റണം ഇന്ന് മുതൽ. ചേട്ടന്റെ കഴിവ് കൊണ്ട് ജീവിതത്തിൽ വളർന്നു വന്ന ഒരാളാണ്, സ്വന്തം പ്രയത്നം കൊണ്ട് വന്ന ആളാണ്. ആരുടെയും സപ്പോർട്ടും പിന്തുണയും ആരും ഒത്തിരി അങ്ങോട്ട് ചേട്ടനെ ഇത് ചെയ്തിട്ടൊന്നും വന്നതല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പം മനസ്സുകൊണ്ട് പതറരുത്. കർക്കിടക വ്യാഴക്കാരനാണ്. ഇപ്പൊ കുഞ്ഞു കുഞ്ഞു ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഇഷ്യൂസും ഒക്കെ ഉണ്ടാവും. ഏകദേശം 1 വർഷം ഉണ്ട് ചേട്ടാ എന്ന് പറഞ്ഞിനി അങ്ങനെ അയ്യോ 1 വർഷം ഉണ്ട് എന്ന് ചിന്തിക്കുകയും വേണ്ട. കുറച്ചേ മാറി മാറി വരും. പക്ഷെ എന്നാലും പൊതുവില് വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിലും അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും ശ്രദ്ധിച്ചോണം. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതാണ് ചേട്ടനെ വല്ലാണ്ട് ടെൻഷൻ കയറി, ഇനി ജീവിതം ഇല്ലയോ, ജീവിതം മുന്നോട്ട് പോകത്തില്ലയോ എനിക്ക് എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ മനസ്സിൽ വരുന്ന സമയമായിരുന്നു. ഇപ്പൊ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടായില്ലേ ചേട്ടാ? മാറ്റങ്ങളൊക്കെ ഒരുവിധം മാറ്റമുണ്ട്. ഇനിയും 1 വർഷം കൂടെ ഉണ്ട് ചേട്ടാ. 1 വർഷം ഞാൻ പറഞ്ഞത് ചേട്ടൻ മനസ്സിൽ നിന്ന് അങ്ങ് മായിച്ചു കളയുക. അത് കുഴപ്പമില്ല. കാരണം അങ്ങനെ ഇരുന്നാലും പ്രശ്നമാണ് ചേട്ടാ. നമ്മള് അയ്യോ ഇനി 1 വർഷം ഉണ്ട് എന്ന് ചില സമയങ്ങളിൽ ചിന്തിക്കും. ചേട്ടൻ അങ്ങനെ ചിന്തിക്കും, നല്ല സ്വാഭാവികമായിട്ട്, മനുഷ്യരല്ലേ. ഇല്ല, ഞാൻ ചോദിച്ചത് 23 കഴിയുമ്പോ മാറുമോ അതോ ഇനി 23 കഴിയുമ്പോ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. എന്നാലും ഒരു 6-7 മാസം ഒന്ന് ശ്രദ്ധിച്ചോണം, അത്ര തന്നെ. അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് നല്ലതാ. അർച്ചനയും നീരാജനവും മാസത്തിലൊരു ശനിയാഴ്ച ദിവസം വീതം അതൊന്ന് ചെയ്താൽ മതി. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾ സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 682021. ഇന്നൊരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.